ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ബാസിൽ നിന്നും ജർമ്മനിയിലെ വെയിലാം റൈനിലേക്കുള്ള യാത്രയിൽ കാണുന്ന ചെക്ക് പോസ്റ്റും വെയിലാം റൈനിലെ ഫ്രീഡ്ലിംഗൻ ടൗണിലെ കാഴ്ചകളുമാണ്. നമ്മൾ ഈ ട്രാമിന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുമ്പോഴത്തേനും ബാസിൽ നിന്ന് വരുമ്പോഴത്തേനും നമ്മൾ ജർമ്മനിലെ ഫ്രീഡ്ലിംഗൻ എന്നുള്ള ആ ഒരു ടൗണിലാണ് നമ്മൾ ഇറങ്ങുന്നത്. വെയിലാം റൈൻ എന്നുള്ള ആ ഒരു പ്രവിശ്യയുടെ ഈ മൂലകളിലത്തെ സ്ഥലമാണ് ഈ പറഞ്ഞ ഫ്രീഡ്ലിംഗൻ. നമ്മൾ ഫ്രീഡ്ലിംഗൻ്റെ ഒരു റൗണ്ടാനയുണ്ട്. ആ റൗണ്ടാന അതിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്ട്രെയിറ്റും റൈറ്റും പോയാൽ ജർമ്മനിയും, ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ ഈ 3 നേഷൻസ് പാലം, ആ പാലം കടന്നാൽ നമുക്ക് ഫ്രാൻസിൽ ചെല്ലാം. അതാണ് നമ്മളിപ്പോൾ ആ റൗണ്ടാനയിലാണ് നിൽക്കുന്നത്. നമ്മൾ റൗണ്ടാനയിൽ ഇപ്പം ഈ ജർമ്മനിയുടെ സൈഡിൽ ഇത് ജർമ്മൻ സൈഡാണ്, ജർമ്മനിയാണ്. പക്ഷേ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പം നമ്മൾ കാണുന്നതാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്ന വഴി. ഇപ്പം ലെഫ്റ്റിലേക്ക് പോകുന്നതും ഇപ്പം ഈ നേരെ കാണുന്നതും ജർമ്മനിലേക്ക് അകത്തേക്കുള്ളതാണ്. ഇപ്പം ഈ റൈറ്റിലേക്കുള്ള കാറ് പോകുന്നത് ആണ് നേരെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ തൂക്കുപാലം വഴി കാറ് പോകത്തില്ല. തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്ക് ജർമ്മനിക്കകത്തേക്ക് തന്നെ കാറുകൾക്ക് പോകാൻ പറ്റും. തൂക്കുപാലം നമുക്ക് നടക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സൈക്ലേഴ്സിനുള്ളതാണ്. ഇതാണ് നമ്മുടെ ഈ ഫ്രീഡ്ലിംഗൻ എന്നുള്ള ഒരു സ്ഥലം. ഇത് 5600 നിവാസികളുള്ള ലോറാച്ച് ഏരിയയിലെ വെയിലാം റൈൻ എന്നുള്ള സ്ഥലത്തെ ഒരു പർട്ടിക്കുലർ ഏരിയയാണ്. നഗരകേന്ദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് പടിഞ്ഞാറ് റൈൻ നദിയും കിഴക്കെ മാൻഹെം ബാസൽ റെയിൽവേയും അതിർത്തി പങ്കിടുന്നു. ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ് എന്നിവയുടെ അതിർത്തി ത്രികോണത്തിൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഇത് അതിർത്തി ഗതാഗതത്താൽ ശക്തമായി സ്വാധീനിക്കപ്പെടുന്നു. പ്രധാന ട്രാഫിക് ജംഗ്ഷനിലുള്ള വടക്ക് തെക്ക് ട്രാഫിക്കിൻ്റെ പ്രധാന ധമനി റോഡുകൾ ഫ്രീഡ്ലിംഗനിലൂടെ കടന്നു പോകുന്നു. റൈൻ ഷിപ്പിങ്ങുമായി ബന്ധിച്ചിരിക്കുന്ന റൈൻ തുറമുഖമായ വെയിലാം റൈനിൻ്റെ ഒരു ഭാഗവും ഫ്രീഡ്ലിംഗൻ ആസ്ഥാനമാണ്. വിപുലമായ വ്യാവസായിക മേഖലയുള്ള ഈ ജില്ലയിൽ 1980-കൾ വരെ നിരവധി ടെക്സ്റ്റൈൽ കമ്പനികളുടെ ആസ്ഥാനമായിരുന്നു. ഞങ്ങൾ ഇവിടെ ഈ ഫ്രീഡ്ലിംഗൻ എന്നുള്ള അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പുറകോട്ട് ഞങ്ങൾ വന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ആ ചെക്ക് പോസ്റ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ അവിടെ ദൂരെ കാണുന്നതാണ് ചെക്ക് പോസ്റ്റ്. നമ്മുടെ ഇവിടെ വന്നപ്പോൾ മഴ ചാറാൻ തുടങ്ങി. ഞങ്ങൾ നേരത്തെ ഇവിടെയുള്ള നമ്മുടെ ടൂറ് പ്ലാൻ ചെയ്തപ്പം തന്നെ കസിൻ കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റിനകത്ത് നമ്മുടെ കുടയും മാർക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കുട എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ബാഗൊക്കെ തുറന്ന് കുടയെടുത്ത് പതിയെ മുന്നോട്ട് നീങ്ങിയാണ്. അവിടെ ചെറുതായിട്ടേ ചാറിയുള്ളൂ. അന്തരീക്ഷം മേഘാവൃതമാണ്. വഴിയിലൊക്കെ വെള്ളമുണ്ട്. പൊതുവെ ജർമ്മനിയുടെ ഈ ഏരിയയിൽ നല്ല ആൾ സഞ്ചാരവും തിരക്കും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല കമ്പനികളുടെ ഷോറൂംസും കടകളും എല്ലാം ഉണ്ട്. നേരെ കാണുന്നതാണ് നമ്മുടെ ഈ ഇവിടുത്തെ 2 രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ നമ്മുടെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങോട്ടുള്ള വാഹനങ്ങളെല്ലാം അവിടെ കാറുകളൊക്കെ അവിടെ നിർത്തി റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിൽ ചെന്ന് അവിടെ എന്തോ റിപ്പോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതേസമയം നമ്മൾ ട്രാമിന് ഇങ്ങോട്ട് വരികയോ അങ്ങോട്ട് പോവുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരു ചെക്കിങ്ങും ഇല്ല. നമുക്ക് സാധാരണ ഒരു രാജ്യത്തിനുള്ളിലൂടെ പോകുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. സ്വിറ്റ്സർലൻഡ് ഷെങ്കൻ കൺട്രിയാണ്, ബട്ട് യൂറോപ്യൻ യൂണിയനിലില്ല. അപ്പോൾ അതുകൊണ്ട്
ഈ എക്സൈസ്, ഈ കസ്റ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസം കാണും. അതുകൊണ്ടായിരിക്കും അവിടെയൊക്കെ ചെക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഇവിടുന്ന് ഈ പാലം വഴി അപ്പുറം ഫ്രാൻസിലേക്ക് പോയാൽ അവിടെ യാതൊരു ചെക്കിങ്ങോ ഒന്നുമില്ല. അപ്പം ഇത് രണ്ടും യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ടായിരിക്കാം, യൂറോപ്യൻ യൂണിയനിലുള്ള കൺട്രി ആയതുകൊണ്ടായിരിക്കാം. നമ്മൾ തിരിച്ച് ഇപ്പം ഈ ക്രില്ലിംഗൻ എന്നുള്ള നമ്മുടെ ജർമ്മനിയുടെ അതിർത്തി പട്ടണത്തിലാണ്. അപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് മാളിൽ നമ്മൾ കയറി. ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ബാത്റൂംസ് ഒന്നും യൂസ് ചെയ്യാൻ മേലാത്തതുകൊണ്ട് ഇതുപോലെയുള്ള ഒന്നല്ലേ ഷോപ്പിംഗ് മാൾസിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഈ മക്ഡൊണാൾഡ്സ് അതുപോലെയൊക്കെയുള്ള നമ്മുടെ ഫുഡിൻ്റെ അതോടനുബന്ധിച്ചൊക്കെ ആയിരിക്കും ബാത്റൂംസ് ഉള്ളത്. ചിലയിടത്ത് പെയ്ഡായിരിക്കും, ചിലയിടത്ത് ഫ്രീ ആയിരിക്കും. മിക്കവാറും എല്ലായിടത്തും ഒരു ഫ്രാങ്ക് അല്ല യൂറോ അത് നമുക്ക് ഇട്ടാലേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. മാൻഡല്ല, നമ്മൾ മെഷീനാണ്. അവിടെ ഇട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരാൾ കയറാനുള്ള ഒരു തുറന്നു തരും, അത്രേ ഉള്ളൂ. തിരിച്ചു വരുമ്പോഴത്തേനും ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് പോരാം. നല്ലൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഞങ്ങൾ പാരീസിൽ നിന്ന് നേരിട്ട് വന്നതായതുകൊണ്ട് ഷോൾഡർ ബാഗും ഒരു ഹാൻഡ് ബാഗും ഉണ്ട്. സ്വിറ്റ്സർലൻഡ് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ബാഗ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കോയിൻ ഇട്ട് അവിടുന്ന് കോയിൻ ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ സഫിഷ്യൻറ്റ് കോയിൻ ആയാൽ നമുക്കത് ലോക്ക് ചെയ്ത് കീ എടുത്തുകൊണ്ട് പോരാം. അപ്പോൾ നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ സമയം കൂടുതലായാൽ ബാലൻസ് കോയിൻ ഉണ്ടെങ്കിൽ ബാലൻസ് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ചെയ്ത് എടുത്തുകൊണ്ട് പോരാൻ പറ്റും. അങ്ങനെയുള്ള സർവീസസും പല സ്ഥലങ്ങളിലുണ്ട്. ബട്ട് ഞങ്ങൾ പക്ഷേ ഇവിടെ അത് അന്വേഷിച്ചില്ല, വന്നപ്പോഴേക്കും നേരെ പോരും ചെയ്ത്. ലേഡീസ് ഇന്നർവിയേഴ്സും അതുപോലെ തന്നെ ലേഡീസ് സൗന്ദര്യ വർദ്ധക സാധനങ്ങളുള്ള കടകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നതും ഇതിനടുത്തുള്ള കടകൾ. വളരെ സെലക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവിധ ഐറ്റംസും കാണാം. സൺഗ്ലാസസ്, ബെൽറ്റ്, ബാഗ്സ് അതുപോലെയൊക്കെയുള്ള കടകളുണ്ട്. ജെൻസിൻ്റെ തുണികളുടെ കടകളുണ്ട്. എല്ലാ ടൈപ്പ് ഷോപ്സും ഈ ഒരു പർട്ടിക്കുലർ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഒരു വീഡിയോയും കൂടെ ഉള്ളൂ ഈ ബാസലിൻ്റെ കേന്ദ്രീകരിച്ചുള്ള ബാസലിനെയുള്ള വീഡിയോ. നമ്മൾ ഈ 3 നേഷൻ ബ്രിഡ്ജും അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രാൻസിലേക്ക് പോയിട്ട് ഫ്രാൻസിലെ ഒരു സ്ക്വയറിലൂടെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രാൻസിലെ ആ സ്ക്വയർ ഹ്യൂനിൻഗ്യൂ എന്നുള്ളൊരു ഏരിയയാണ് ഫ്രാൻസിലെ. ആ ഒരു ഏരിയയും നമ്മൾ 3 നേഷൻ ബ്രിഡ്ജുമാണ് ഇനി ഒരു വീഡിയോ നമ്മുടെ ഈ ബാസൽ ഏരിയയിൽ നിന്നുള്ളത്. അതോടുകൂടി നമ്മുടെ ബാസൽ വിസിറ്റിന് പൂർത്തിയാവുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.